الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്, സമയത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്പസമയം അള്ളാഹുവിൻ്റെ ദീന് കേൾക്കുവാനാണ് നമ്മളിരുന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണമേ, അള്ളാഹുവേ മർഹമത്ത് കൊടുക്കണമേ എന്ന് പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്, അള്ളാഹുവിൻ്റെ മർഹമത്താണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഈ സംസാരം കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന സമയമെത്രയും മലായിക്കത്തുകൾ മഗ്ഫിറത്ത് കൊടുക്ക റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മലായിക്കത്തുകളുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നഷ്ടമല്ല ഈ കച്ചവടം. എന്താണ് നേട്ടം? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ, താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത നരകത്തീയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷത്തെ റമളാനിൻ്റെ
20ാമത്തെ നോമ്പെടുത്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നോമ്പിനെ പറ്റി പറയുന്ന ആയത്തിൽ ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട്. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ ആണ് റമളാൻ എന്നാണ്. 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഉള്ളൂ എന്നതാണ്. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുണ്ട്, എണ്ണിച്ചുട്ട അപ്പമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞെന്താ, വളരെ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് 19 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 20ാമത്തെ ദിവസത്തിലാണ്. 2 ഭാഗവും ഇന്നത്തോടുകൂടി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ മാസം കൊണ്ട് ഒരു സത്യവിശ്വാസി നേടേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, നമുക്കെല്ലാവർക്കും ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടാത്ത മരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കുവാൻ പോലും പറ്റാത്ത ഒന്നാണ്. നമ്മളൊക്കെ ആക്സിഡന്റ് സംഭവിച്ച് ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ അകപ്പെട്ടുകൊണ്ട് മരിക്കുന്നത് പേടിക്കുന്നവരാണ്. അതുപോലെ തന്നെ ജലാശയങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് മരിക്കുന്നത് പേടിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ ഇടിമിന്നലേറ്റുകൊണ്ട് അങ്ങനെ മരണം സംഭവിക്കുക പേടിയുള്ളവരാണ് നമ്മൾ. മറ്റൊരാളുടെ കൊലക്കത്തിക്ക് ഇരയാവുക പേടിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനേക്കാളൊക്കെ നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മൾ പേടിക്കേണ്ടത്, ഈമാൻ കിട്ടാതെ ഞാൻ മരണപ്പെടുമോ എന്നുള്ളതാണ്. ഞാൻ മരിക്കുന്നത് ഈമാൻ കിട്ടാതെ മരിക്കുമോ? ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത്. പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടിയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഈമാനോടുകൂടെ മരിപ്പിക്കണേ, മുസ്ലിമായി മരിപ്പിക്കണേ, തവഫനി മുസ്ലിമ. മഹാനായ യൂസുഫ് നബിയുടെ പ്രാർത്ഥന അതായിരുന്നു, മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണമേ നാഥ. മഹാനായ സുലൈമാൻ നബിയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം, തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പുണ്യമാക്കപ്പെട്ട 19 ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ മനമുരുകി അല്ലാഹുവേ ഈമാനോടുകൂടി എന്നെ മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ദുആ ചെയ്തവരാണോ നമ്മൾ? ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, നമ്മുടെ ഖബർ വിശാലമാകണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന ഖബർ വിശാലമാകണം. മുഅ്മിനിന്റെ ഖബർ വിശാലമാകുമെന്ന്, മുഅ്മിനിന്റെ ഖബർ പ്രകാശപൂരിതമാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ മുഅ്മിനിന്റെ അടയാളം? അസ്സദഖത്തു ബുർഹാനുൻ, ദാനധർമ്മങ്ങൾ, സ്വദഖ അത് തെളിവാണ്, അത് അടയാളമാണ്. അലാ സുദ്ഖിഹി വ ഈമാനിഹി, അവന്റെ സത്യസന്ധതക്കും ഈമാനിനും സ്വദഖ അത് അടയാളമാണ്, തെളിവാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എത്ര കണ്ട് ധർമ്മം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ എത്ര കണ്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് സ്വർഗ കവാടം നമുക്ക് തുറന്നു കിട്ടണം. നമ്മുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടണം. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടിയില്ല എങ്കിൽ പിന്നെ തുറക്കപ്പെടുന്നത് നരകത്തിന്റെ കവാടമാണ്. ആലോചിക്കാൻ സാധ്യമാണോ? സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടണം. അതിനാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറപ്പിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ
നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിന് സാധ്യമാകുമോ? നമ്മൾ ഈ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. ആർക്കാണ് ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുക? ഖുർആൻ പഠിച്ചവനാണ്. ഖുർആൻ പഠിച്ചവനാണ് ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഖബറിലെ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് മൻ നബിയുക, പ്രവാചകൻ ആരാണ്? നിന്റെ നബി ആരാണ്? ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കും, ഈ മനുഷ്യനാരാണ്? ഖബറിൽ കിടക്കുന്ന വ്യക്തി മുഅ്മിനാണിയെങ്കിൽ, മുസ്ലിമാണിയെങ്കിൽ മറുപടി പറയും, ഹുവ റസൂലുള്ളാഹ്, അദ്ദേഹം അല്ലാഹുവിൻ്റെ ദൂതനാണ്. ചോദിക്കും, എങ്ങനെയാണ് ഇത് പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹിൻ്റെ പ്രവാചകനാണ് എന്ന് തിരിച്ചറിഞ്ഞത്? നമ്മളാരും പ്രവാചകനെ കണ്ടിട്ടില്ല. പ്രവാചകനെ കണ്ടവരെ പോലും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോ ഹുവ റസൂലുള്ളാഹ് മറുപടി പറയാൻ സാധിക്കുന്നത് ആ മനുഷ്യൻ ഖബറിൽ കിടന്നുകൊണ്ട് പറയുമെന്നാണ്, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി, ഞാൻ അള്ളാന്റെ ഗ്രന്ഥം പഠിച്ചു. ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാന്റെ ഗ്രന്ഥം വായിച്ചു, പഠിച്ചു. അങ്ങനെ ആമൻതു ബിഹി, അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിശ്വസിച്ചു, അദ്ദേഹത്തെ സത്യപ്പെടുത്തി. അപ്പൊ ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ പ്രിയപ്പെട്ടവരെ എത്ര ആയത്തുകളുടെ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്? കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ എത്ര ആയത്തുകളുടെ അർത്ഥം പഠിക്കാൻ നമ്മൾ താല്പര്യം കാണിച്ചു? നമുക്കറിയാം, ലോകത്ത് എന്തെല്ലാം അധർമ്മങ്ങളും അക്രമങ്ങളും തോന്നിവാസങ്ങളും നിലനിന്നിരുന്നുവോ അതെല്ലാം ചെയ്തിരുന്ന, പ്രവർത്തിച്ചിരുന്ന, ഒരു സംസ്കാരം തൊട്ടു കണ്ടിയിട്ടില്ലാത്ത ഒരു ജനതയായിരുന്നുവല്ലോ ജാഹിലിയ്യ അറബികൾ. ആ അറബികളെ അള്ളാഹുവിൻ്റെ റസൂൽ 23 വർഷം കൊണ്ട് ഈ ലോകത്തിനാകെ മാതൃകയായൊരു സംസ്കാരത്തിൻ്റെ വക്താക്കളാക്കി. കുന്തും ഖൈറ ഉമ്മ എന്ന പരുവത്തിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് ഒരു സമുദായത്തെ ആകമാനം പരിവർത്തിപ്പിച്ച ആ പരിശുദ്ധ ഖുർആൻ, അത് നമ്മളിങ്ങനെ ഓതുമ്പോൾ ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കിയോ, നമ്മുടെ മനസ്സിനെ ഇളക്കിയോ, ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്തതായി, പരലോകത്ത് അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കുകയില്ല. ഇവിടെ നമുക്ക് AC ഉപയോഗിക്കാം, ഫാൻ ഉപയോഗിക്കാം. എന്നാൽ പരലോകത്ത് അവിടെ AC, അവിടെ ഫാന് സാധ്യമാണോ? പ്രിയപ്പെട്ടവരെ, പുറത്തേക്കിറങ്ങിയാലുള്ള ഉഷ്ണമെന്താണ് ഈ സമയത്ത് വേഗത്തിൽ ബോധ്യമാകും നമുക്ക്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാന്റെ തണലല്ലാതെ ഒരു തണലും കിട്ടാത്ത ആ ദിവസത്തിൽ അള്ളാഹ് 7 വിഭാഗത്തിന് അള്ളാന്റെ തണല്, അർശിന്റെ തണലിട്ട് കൊടുക്കുകയാണ്. 19 ദിവസങ്ങൾ കഴിഞ്ഞുപോയി 20ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോ ആ 7 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ഏത് വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിച്ചത്? ആ വിഭാഗക്കാരാരൊക്കെയാണ്? ശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്തെടുത്തുകൊണ്ട് വളർന്ന യുവാവ്. അല്ലാഹു അവന് തണലിട്ട് കൊടുക്കുമെന്നാണ്, അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്നാണ്. അല്ലാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് കിട്ടുമോ നമുക്ക്? ആലോചിക്കേണ്ട സമയമാണിപ്പോൾ. അതുപോലെ തന്നെ അല്ലാഹുമായി കെട്ടിയിട്ട ഖൽബുകള്, മനസ്സുകള്, അള്ളാന്റെ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട്
ആ നിലക്കുള്ള ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ ലഭിക്കുമോ? നമുക്ക് പള്ളിയുമായി നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? ഈ ഹദീസിൽ പറയുന്ന രൂപത്തിൽ അർശിന്റെ തണൽ കിട്ടുന്ന ഒരു രൂപത്തിൽ പള്ളിയുമായി നമുക്ക് ബന്ധമുണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക നമ്മൾ ഈ അവസാന സമയത്ത്. അതുപോലെ തന്നെ ആ വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ വ്യക്തിക്ക് അള്ളാഹു തആല അർശിന്റെ തണൽ ലഭിക്കും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുക. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ, ചെയ്തുപോയ കുറ്റങ്ങൾ, വരാനിരിക്കുന്ന മരണം, മഹ്ശർ, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള വിചാരണ, സ്വർഗം നരകം, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് കരയാൻ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ നമുക്കതിന് സാധ്യമായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അള്ളാന്റെ ശിക്ഷയോർത്തുകൊണ്ട് ഒരിറ്റ് കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരലോകത്തെ വിചാരണ, കഠിനമായ വിചാരണ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുവേ ലഘുവായ വിചാരണയുള്ള ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുവോ? നമ്മൾ അല്ലാഹുവേ ലഘുവായ വിചാരണ കിട്ടുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന ഇത്രയും ദിവസങ്ങളിൽ നമ്മുടെ അടുക്കൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ? വിചാരണക്കെടുത്താൽ അവൻ പരാജയപ്പെട്ടു എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ അവൻ്റെ കർമ്മരേഖ ഒന്ന് നോക്കുക, അവനെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. വിചാരണക്കാരെങ്കിലും എടുത്താൽ അവൻ പരാജിതനായി എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചോ, അല്ലാഹുവേ ഹസിബ്നി ഹിസാബൻ യസീറാ, ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹ്ശറിൽ ഭക്ഷണമായി പാനീയമായി ലഭിക്കുന്നത് അത്യത്ഭുതകരമായ ഹൗദുൽ കൗസറിലെ വെള്ളമാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹം ഹൗദുൽ കൗസർ. ആ ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുന്ന രൂപത്തിൽ, അത് വാങ്ങിക്കുടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അടുക്കൽ നിന്നുണ്ടായിട്ടുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അടുത്തതായിക്കൊണ്ട് നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ ഓഫർ എങ്കിൽ, നരകമോചനം ലഭിക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്തു പരിശോധിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് റമളാൻ നമ്മളോട് വിട പറയുന്നത് എങ്കിൽ, റമളാൻ നമ്മളിൽ നിന്ന് അവസാനിക്കുന്നത് എങ്കിൽ ആശ്വസിക്കാൻ നമുക്ക് വകയില്ല കേട്ടോ. എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നോമ്പുകാരന് 2 സന്തോഷ വാർത്ത അള്ളാന്റെ പ്രവാചകൻ അറിയിച്ചു. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴാണ്, അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഇൻദ ലിഖാഇ റബ്ബി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ്, അതിന് നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യം അത് ലഭിക്കുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സമാധാനത്തിലാണ്, നമ്മളൊക്കെ ആശ്വാസത്തിലാണ്. എൻ്റെ 3 ഖത്തം കഴിഞ്ഞു, എൻ്റെ 2 കഴിഞ്ഞു, അല്ലെങ്കിൽ 1 കഴിഞ്ഞു. ഞാൻ അതൊന്നുമില്ലെങ്കിൽ 20ാമത്തെ ജുസിലെത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തറാവീഹ് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ജമാഅത്ത് ഞാൻ ഉള്ള സമയത്ത് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. വരുന്നവരെയൊക്കെ ഒന്നും കൊടുക്കാതെ ഞാൻ തിരിച്ചയച്ചിട്ടില്ല. നമ്മുടെ മനസ്സിങ്ങനെ നമ്മളോട് പറയുന്നു,
ആശ്വാസത്തിൻ്റെ മന്ത്രങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ സഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുത്തു. എന്താണ് ആ കഥ? റസൂലുള്ള സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, പരലോകത്ത് ഇസ്രായേല്യരിൽപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ടുവരും. അയാൾ വരുന്നത് പർവ്വതസമാനമായ സൽക്കർമ്മങ്ങളുമായിട്ടാണ്. 500 വർഷക്കാലം ഇബാദത്തെടുത്ത ഒരു വ്യക്തിയെ നാളെ പരലോകത്ത് കൊണ്ടുവരും. അങ്ങനെ വിചാരണക്കെടുക്കും, വിചാരണ നടത്തും. അല്ലാഹു തആല പറയുമത്രേ മലായിക്കത്തുകളോട്, എൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ, എൻ്റെ കാരുണ്യം കൊണ്ട്. ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ പറയുമെന്നാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ മാത്രം ഇല്ലേ, അതിനെനിക്ക് കഴിയില്ലേ എന്ന് പറയുമെന്നാണ്. വീണ്ടും അല്ലാഹ് പറയുമെന്നാണ്, എൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ആ മനുഷ്യൻ ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ട് എനിക്ക് എൻ്റെ കർമ്മങ്ങളാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ലേ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല വീണ്ടും എൻ്റെ കാരുണ്യം മുഖേന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് വീണ്ടും ഇത് ആവർത്തിക്കുമെന്നാണ്. അല്ലാഹു തആല മലായിക്കത്തുകളോട് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ വേണ്ടി പറയും. അള്ളാഹ്ക്ക് അതിനെ സംബന്ധിച്ച് പ്രയാസമില്ലല്ലോ അതിന്. അങ്ങനെ കണ്ണ് ചൂഴ്ന്നെടുത്തുകൊണ്ട് ഒരു തുലാസിൽ കണ്ണും മറ്റു തുലാസിൽ അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടുവന്ന സൽക്കർമ്മങ്ങളും ഘനം തൂങ്ങുക കണ്ണിരിക്കുന്ന തുലാസിനാണ് എന്നാണ്. ആ സമയത്ത് അല്ലാഹു തആല പറയും, അലം നജഅൽ ലഹു ഐനൈനി, വല്ലാത്ത അനുഗ്രഹമല്ലേ, കാണുവാൻ നിനക്ക് 2 കണ്ണ് തന്നു. അതുപോലെ വലിസാനം വശഫതൈൻ, സംസാരിക്കാൻ നാവ് തന്നു, 2 ചുണ്ടുകൾ തന്നു. നടക്കാൻ നിനക്ക് കാല് തന്നു. അതുപോലെ തന്നെ ബുദ്ധി, ആരോഗ്യം, കയ്യ്, കാല്, ഇങ്ങനെ ഓരോ മഹാനുഗ്രഹങ്ങൾ, ഓരോ അവയവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാനുഗ്രഹങ്ങളാണ് മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. കണ്ണ് എന്ന അനുഗ്രഹത്തിന് പകരമായി 500 വർഷക്കാലത്തെ ഇബാദത്ത് ഇല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെങ്ങനെ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ റസൂൽ പറഞ്ഞത്, സഹാബത്തിനോട് പറയാണ്, ഖാരിബു വസദ്ദിദു വഅമലു, പോരാ, നിങ്ങൾ ഇനിയും അടുക്കണം, നിങ്ങൾ നന്നായി അല്ലാഹുവിലേക്ക് അടുക്കണം. വഅമലു, നിങ്ങൾ പ്രവർത്തിക്കണം. സഹാബത്തിനോട് പറയാ, പോരാ, നിങ്ങൾ ചെയ്തത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലയൻജു അഹദും മിൻകും ബിഅമലി, നിങ്ങളിൽ ഒരാളും അവനവന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹാബത്ത് ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, താങ്കൾക്കും കഴിയില്ലേ പ്രവാചകരെ? ഇല്ല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ, അല്ലാഹുവിന്റെ കരുണയും ദയയും എനിക്ക് ലഭിച്ചാലല്ലാതെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇങ്ങനെ ഇത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളോട്, സഹാബത്തിനോട്, നിങ്ങൾ ഇനിയും അടുക്കണം, അല്ലാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സദസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? ആരൊക്കെയാണ്? നമുക്കറിയാം, സ്വർഗത്തിലേക്ക് ഒന്നാമതായി കാലുകുത്തുന്ന വ്യക്തി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസമനുസരിച്ച് രണ്ടാമതായി സ്വർഗത്തിൽ കാലുവെക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അബൂബക്കറിന്റെ ധനം
എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അത്രമാത്രം ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച മഹാനായ സ്വഹാബി. അറിയാവുന്ന ചരിത്രമല്ലേ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, ആമിർ ഇബ്നു ഫുഹൈറയെ പോലെയുള്ള അടിമകളെ വലിയ സംഖ്യ കൊടുത്തുകൊണ്ട് മോചിപ്പിച്ച സഹാബിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ഏതൊരുവൻ നൽകിയോ വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നന്നായുള്ളതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, ഏറ്റവും സൗകര്യപ്പെട്ടതിലേക്ക് അദ്ദേഹത്തിന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഈ ആയത്തുകൾ ഇറങ്ങിയത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. ഇങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള സദസ്സിനോടാ പറയുന്നത്, ഇനിയും നിങ്ങൾ അടുക്കണം, ഖാരിബു, ഇനിയും നിങ്ങൾ അടുക്കണം, മഅമലു, ഇനിയും നിങ്ങൾ പ്രവർത്തിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുള്ള സദസ്സാണത്. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു? അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലഅൻ ഉസ്മാൻ, ഉസ്മാനെ നീ തൃപ്തിപ്പെടണമേ അല്ലാ. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തൃപ്തനാണ്, സംതൃപ്തനാണ്. ഉസ്മാനെ നീയും തൃപ്തിപ്പെടണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി, നമുക്കറിയാം, ഇസ്ലാമിന്റെ മാർഗത്തിൽ മദീനയിൽ മുസ്ലിമീങ്ങൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന സമയത്ത് അതിന് അവർക്ക് പാനജലമായി, കുടിവെള്ളത്തിനായി ഒരു കിണറോ സൗകര്യങ്ങളോ ഇല്ല. ഒരു കിണറുണ്ടായിരുന്നത് ജൂതന്റെ കയ്യിലാണ്, റൂമ എന്ന് പറയുന്ന കിണർ. അദ്ദേഹം അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ വെള്ളമെടുക്കുന്നത് തടഞ്ഞു മുടക്കി. ആ സമയത്ത് വലിയ സംഖ്യ നൽകിക്കൊണ്ട് ആ റൂമ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്ത മഹാനായ സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുള്ള സദസ്യനോടാ പറയുന്നത്, ഖാരിബു, ഇനിയും നിങ്ങൾ അടുക്കണം, നിങ്ങൾ ഇനിയും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. ഒരിക്കൽ മദീനയിൽ ഒരു കച്ചവട സംഘം എത്തി. വലിയ വ്യാപാര വസ്തുക്കളുമായിട്ട് ഒരു സംഘം എത്തി. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. അങ്ങനെ കച്ചവട വസ്തുക്കൾക്ക് ജനങ്ങൾ വില പറഞ്ഞു. 1 ദിർഹം ലാഭം തരാം, 2 ദിർഹം തരാം, 3 ദിർഹം തരാം. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ലാഭം എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ് കൂടുതൽ നൽകാൻ തയ്യാറുള്ളവർ? ജനങ്ങളൊക്കെ അകന്നു നിന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കച്ചവട വസ്തുക്കൾ മദീനക്കാർക്കിടയിൽ ദാനം ചെയ്യുകയാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോടാ പറയുന്നത്, ഉള്ള സദസ്സിനോടാ പറയുന്നത്, ഖാരിബു, നിങ്ങൾ അടുക്കണം, സദ്ദിദു, നിങ്ങൾ നന്നായി അടുക്കണം, വഅമലു, നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, 92 വയസ്സ് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിലേക്ക്, അവിടുത്തെ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ ഒരു കയറ് കാണുകയാണ്. ബൈന സാരിയത്തൈൻ, 2 തൂണുകൾക്കിടയിൽ. ചോദിച്ചു പ്രവാചകൻ, എന്താണ് ഈ കയറ്? ഹാദാ ഹബ്ലുൽ സൈനബ്, ഇത് സൈനബിന്റെ കയറാണ്, സൈനബിന്റെ കയറാണ്. സൈനബ് രാത്രി നമസ്കാരം നിർവഹിച്ച് ക്ഷീണിക്കുമ്പോ, തളരുമ്പോ, തഅല്ലഖത് ബിഹി, അതിലൊന്ന് പിടിക്കും. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കെട്ടിയ കയറാണിത്. ആ സൈനബ ബീവിയുള്ള സദസ്സിനാണ് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ, ഖാരിബു, പോരാ, നിങ്ങൾ അടുക്കണം. പ്രിയപ്പെട്ടവരെ, 12 റക്അത്ത് നിർബന്ധ നമസ്കാരങ്ങളോടനുബന്ധിച്ച് ആരെങ്കിലും നമസ്കരിച്ചു കഴിഞ്ഞാൽ, സുന്നത്ത് റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈത ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാതിരിക്കുകയില്ല.
ഉമ്മു ഹബീബ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ആ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെയൊക്കെ മാതാവ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഇത് കേട്ടതിന് ശേഷം ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹ്, ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആ സുന്നത്ത് 12 റക്അത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. വഖാല അംബസ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, ഞാൻ ഈ സൽക്കർമ്മം, ഈ പുണ്യം, ഈ സുന്നത്ത് നമസ്കാരത്തെ പറ്റി കേട്ടത് ഉമ്മു ഹബീബയിൽ നിന്നാണ്. ഉമ്മു ഹബീബ ബീവിയിൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം ഫമാ തറക്തുഹുന്ന, ഞാനത് പിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ആ സ്വഹാബിയിൽ നിന്ന് കേട്ട താബിഈ പണ്ഡിതൻ പറയുകയാണ്, അതേ അംബസയിൽ നിന്ന് ഇങ്ങനെയൊരു സുവിശേഷം, സന്തോഷ വാർത്ത, ഇങ്ങനെയൊരു സൽക്കർമ്മം ഞാൻ കേട്ടതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ ഉള്ള സദസ്സിനോടാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഖാരിബൂ വസദ്ദിദൂ വഅമലൂ, ഇനിയും നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം, ഇനിയും നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കണം, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി പറയുകയാണ്, എൻ്റെ ഖലീലായ റസൂൽ എന്നോട് കൽപ്പിച്ചു. ആ സ്വഹാബി അങ്ങനെ പറഞ്ഞത്. ഖലീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉറ്റമിത്രം, ആത്മമിത്രം, എന്നോട് കൽപ്പിച്ചു, എന്നോട് ഉപദേശിച്ചു 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ, 1-2 റക്അത്ത് ളുഹയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. അതുപോലെ തന്നെ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ രാത്രി വിത്ർ നമസ്കരിച്ച് ഉറങ്ങണമെന്നുള്ളതാണ്. എൻ്റെ ഹബീബ്, എൻ്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചു. ആ ഉപദേശത്തിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല. തസ്ബീഹ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾക്ക് പലപ്പോഴായി കേൾക്കുന്ന സംഭവമാണ്. എന്താ തസ്ബീഹ് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വെള്ളം കോരിയിട്ടും അരി പൊടിച്ചിട്ടും അരിയിടിച്ചിട്ടും കൈ പൊട്ടി ഒരു വേലക്കാരൻ ആവശ്യക്കൊണ്ട് ഉപ്പൻ്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് ആവശ്യപ്പെടുകയാണ്, ഒരു വേലക്കാരനെ നിശ്ചയിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ, ജനങ്ങളൊക്കെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഉള്ളത് പാകം ചെയ്യാൻ ഒരു വേലക്കാരനെ നിശ്ചയിക്കാൻ സാധ്യമല്ല മോളെ. മകള് തിരിച്ചുപോയി. റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു വിഷമം. എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എൻ്റെ മോള് ഫാത്തിമ എന്നാണ് റസൂൽ പറയാറുള്ളത്. ഫാത്തിമ ബീവി തിരിച്ചുപോയി. അന്ന് രാത്രി റസൂലുള്ളാഹി മകളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവര് ഉറങ്ങാൻ സമയമായിട്ടുണ്ട്. റസൂലുള്ളാഹി അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഇഹലോക സുഖം നഷ്ടപ്പെട്ടാലും പരലോക സുഖം നഷ്ടപ്പെടണ്ട മോളെ. കിടക്കല്ലേ? സുബ്ഹാനല്ലാഹ് 33 പറ, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയൂ, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയൂ. ഇത് പറഞ്ഞുകൊണ്ട് ഉറങ്ങുക മോളെ. മരുമകൻ അലി റളിയല്ലാഹു തആല അൻഹു ഇത് കേൾക്കുന്നുണ്ട്, കൂടെയുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ പിന്നത് എൻ്റെ മരണം വരെ ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ലാ ലൈലത സുഫീൻ, സുഫീനിൻ്റെ രാത്രിയിലല്ലാതെ. സുഫീൻ എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്, മുസ്ലിമീങ്ങൾ തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ്. ആ രാത്രി ഞാനത് മറന്നു. എന്നാൽ ആ ദിവസത്തിൽ, ആ രാത്രിയിലെ അവസാന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാനത് പറഞ്ഞു. ഈ സഹാബത്ത് ഇവരൊക്കെയുള്ള സദസ്സിനോടാ പറയുന്നത്, ഖാരിബൂ, ഇനിയും നിങ്ങൾ എടുക്കണം, ഇനിയും നിങ്ങൾ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, മത്സരിക്കുക സ്വർഗത്തിന് വേണ്ടി എന്നുള്ള
വിഷയത്തിലാണ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനോട് ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം കുതിച്ചു പായണം സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഒരു കുതിച്ചോട്ടം തന്നെ നിങ്ങൾ നടത്തണം. വസാരിഉ ഇലാ മഗ്ഫിറ, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം, അതിവേഗം മുന്നേറണം. വസാബിഖു ഇലാ മഗ്ഫിറ, ആ ഓട്ടം ഒരു മത്സര രൂപത്തിലാവട്ടെ. വസാബിഖു ഇലാ മഗ്ഫിറ, ഒരു മത്സര രൂപത്തിലാവട്ടെ എന്ന് ഖുർആൻ പറയാണ്. നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരങ്ങളുടെ ലോകത്താണ്. ഇന്ന് വാർത്താ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആദ്യം നമ്മൾ കാണുന്നത് മത്സരങ്ങളുടെ ഫലങ്ങളാണ്. ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും ടെന്നീസിൻ്റെയും അതുപോലെയുള്ള മത്സര ഫലങ്ങൾ. എല്ലാ പ്രായത്തിലുള്ളവർക്ക് വേണ്ടി മത്സരങ്ങൾ ലോകത്ത് നടക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി, വലിയവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയും മത്സരങ്ങൾ നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ വലിയ താല്പര്യമാണ് ആളുകൾക്ക്. എന്നാൽ അതിലൊക്കെ പങ്കെടുത്ത് വിജയം വരിച്ചു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുക? ഒന്നുകിൽ ഒരു സ്വർണ്ണ മെഡൽ, അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഒരു കാറ്, അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഒരു വീട്, അല്ലെങ്കിൽ ഒരു ജോലി, ഒരു സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് ഈ പറയപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ചാൽ കിട്ടുന്ന സമ്മാനങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ മത്സരത്തിനിറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ ഓതി വെച്ച വചനങ്ങൾ സൂറത്ത് മുത്തഫിഫീനിലെ വചനങ്ങളാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം, സുഹൃതവാന്മാർ, നന്മ ചെയ്യുന്നവർ, പുണ്യം പ്രവർത്തിക്കുന്നവർ, അവർ സുഖാനുഗ്രഹത്തിൽ തന്നെയാണ്. അലൽ അറായികി യൻദുറൂൻ, സോഫകളിൽ അവനിങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. തഅരിഫു ഫീ വുജൂഹിഹിം നൂറത്തൻ നഈം, സുഖാനുഗ്രഹത്തിന്റെ തിളക്കം അവരുടെ മുഖങ്ങളിൽ അത് പ്രകടമാകും. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, കസ്തൂരി കൊണ്ട് മുദ്രവെക്കപ്പെട്ട പാനീയമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടല്ല പറയുകയാണ്, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതിനാൽ മത്സരിക്കുന്നവർ ഇതിനു വേണ്ടി, ഈ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. അല്ലാഹു പറയാണ്, മത്സരിക്കുന്നവർ ഇങ്ങനെയുള്ള സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താ സ്വർഗത്തിന്റെ സ്ഥിതി? അല്ലാഹു തആല പറയുകയാണ്, ഫിഹാ സുറുറും മർഫൂഅ, ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകൾ ആ സ്വർഗത്തിലുണ്ട്. വ അക്വാബും മൗദൂഅ, തയ്യാറാക്കി വെക്കപ്പെട്ട കപ്പുകൾ ആ സ്വർഗത്തിലുണ്ട്. വ നമാരിഖു മസ്ഫൂഫ, അണിയണിയായി വെക്കപ്പെട്ട മെത്ത തലയണകൾ അതിലുണ്ട്. വ സറാബിയു മബ്സൂസ, വിരിച്ചു വിധാനിക്കപ്പെട്ട പരവതാനികൾ അതിലുണ്ട്. ഫീഹാ അൻഹാറുൻ, ആ സ്വർഗത്തിൽ ചില നദികളുണ്ട്, പുഴകളുണ്ട്. മിമ്മാഇൻ ഗൈരി ആസിൻ, എങ്ങനെയുള്ള നദികളാണ്? ശുദ്ധമായ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ. അതുപോലെ തന്നെ
രുചി വ്യത്യാസം വരാത്ത മദ്യത്തിൻ്റെ നദികൾ അതിലുണ്ട്, പാലിൻ്റെ നദികളുണ്ട്. ഈ നിലക്ക് വിവിധങ്ങളായ നദികൾ, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം. വഫാകിഹത്തിൻ കസീറ ലാ മഖ്തുഅത്തിൻ വലാ മംനൂഅ, ധാരാളക്കണക്കിന് പഴവർഗ്ഗങ്ങളുള്ള സ്വർഗം. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, തടസ്സപ്പെടാത്ത, ഖുതൂഫുഹാ ദാനിയ, അത് പറിച്ചെടുക്കുന്നവർക്ക് ഏകദേശം അടുത്തായി കാണുന്ന പഴവർഗ്ഗങ്ങൾ. അങ്ങനെയുള്ള സ്വർഗം, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണേ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ വജന്ന, നിങ്ങൾ മത്സരിക്കുക പാപമോചനത്തിനും, വജന്ന, സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, പ്രിയമുള്ളവരെ, ഈ മത്സരത്തിനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ രാത്രി പ്രതീക്ഷിക്കാൻ പറഞ്ഞ ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഇനി കടന്നു വരുന്നത്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ മത്സരിക്കുവീൻ പാപമോചനത്തിന് വേണ്ടി. ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുവീൻ. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വർഗം നേടാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ അശ്രദ്ധ കാരണം വലിയ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അത്തരത്തിലുള്ള ചില പുണ്യങ്ങൾ കേൾപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇദാ അസ്ദനൽ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്നവൻ അല്ലാഹു അക്ബർ എന്ന് ഉരുവിടുമ്പോൾ ഫയഖൂലു, അത് കേൾക്കുന്നവൻ പറയണം മിസ്ലഹു, അതുപോലെ കേൾക്കുന്നവനും അല്ലാഹു അക്ബർ എന്ന് പറയാം. ബാങ്ക് വിളിക്കുന്നവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നവനും അപ്രകാരം പറയുക. അങ്ങനെ ഓരോ വചനങ്ങളും, ബാങ്കിന്റെ പദങ്ങൾ അതിനും പറയുമ്പോൾ അത് കേൾക്കുന്നവനും അതിങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഇത് ഒരാൾ മനസ്സറിഞ്ഞ് പറയുന്നു എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്താ പ്രയാസം? എന്താ മുഅ്മിനീങ്ങളെ പ്രയാസം? നമുക്ക് സാധിക്കാറുണ്ടോ എപ്പോഴും? ളുഹറിന്റെ ബാങ്ക് കഴിഞ്ഞു, സുബ്ഹിന്റെ ബാങ്ക് കഴിഞ്ഞു, ഇന്ന് നിരന്തരമായി നമ്മൾ ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുന്നു. ദഖലൽ ജന്ന, സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ? സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വലിയ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളല്ല നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. പ്രാവർത്തികമാക്കിക്കൂടെ? ഒന്ന് ശ്രദ്ധ വെച്ചാൽ സ്വർഗമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറയുകയാണ്, ലൗ യഅലമുൻ നാസു മാ ഫിന്നിദാഇ വസ്സഫിൽ അവ്വലി. എപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനമാണ്. ബാങ്ക് കൊടുത്താലുള്ള കൂലി, ബാങ്ക് കൊടുത്താലുള്ള കൂലി, ഒന്നാമത്തെ സഫിനുള്ള കൂലി. ലൗ യഅലമുൻ നാസ്, മനുഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അവരതിനു വേണ്ടി തിരക്ക് കൂട്ടുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ബാങ്ക് കൊടുത്തുള്ള കൂലി ജനങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ, ഒന്നാമത്തെ സഫിൽ, ആ സഫിനുള്ള ഒന്നാമത്തെ സഫിനുള്ള കൂലി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അതിന്റെ കൂലി അറിഞ്ഞിരുന്നുവെങ്കിൽ തിരക്ക് കൂട്ടുമായിരുന്നു. ആർക്കുള്ളതാ ഒന്നാമത്തെ സഫ്? ഇമാമിന്റെ വലതുഭാഗം ആർക്കുള്ളതാ? പള്ളിയിലേക്ക് ആരാണോ ആദ്യമായി കയറി വരുന്നത്
അവർക്കുള്ളതാണ് ഒന്നാമത്തെ സഫ്. ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കേണ്ട വ്യക്തി ആരാണ്? ആദ്യമായി പള്ളിയിലേക്ക് കയറി വരുന്നത്? അവനാണ്. ആ കൂലി നമ്മൾ എത്ര ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടണമെന്നുള്ളത്. ലസ്തഹമു എന്നാ പ്രവാചകൻ പറഞ്ഞത്. സഹാബത്തിന്റെ കാര്യത്തിൽ എല്ലാവരും അത്രമാത്രം സൂചിപ്പിച്ചില്ലേ ഞാൻ. സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ അവർ വലിയ ഉത്സാഹമായിരുന്നു കാണിച്ചിരുന്നത്. നറുക്കിടേണ്ടി വന്നാൽ നറുക്കിടുമായിരുന്നു എന്നാണ്. അത് വേണ്ടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ശ്രദ്ധ വെച്ചാൽ എത്ര കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അധികരിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂൽ പറഞ്ഞു, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളോട് പറയപ്പെടും. ഖുർആൻ ഓതിയ, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന അങ്ങനെയുള്ള സാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളോട് പരലോകത്ത് വെച്ച് പറയപ്പെടുമെന്നാണ്. അതെ, നിങ്ങനെ ദുനിയാവിൽ വെച്ച് സാവകാശം ഓതി അങ്ങനെ വർത്തക്കി നിങ്ങനെ ഉയർന്നു അവസാന തായത്തുണ്ടല്ലോ, ആ അവസാന തായത്തിന്റെ അവിടെയാണ് സ്വർഗത്തിലെ നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ഓതി മുന്നോട്ട് പോയോ അതിനനുസരിച്ച് സ്വർഗത്തിൽ നിന്റെ ദർജ ഇങ്ങനെ ഉയർന്നു പോയി. സ്വർഗത്തിലെ ദർജ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 100 പദവികളുണ്ട്. ഏറ്റവും ഉന്നതമായ പദവി അത് ഫിർദൗസാണ്. നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസിനെ ചോദിക്കണമെന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോ എത്ര കണ്ട് ഖുർആൻ ഓതിയോ, ആ ഓതി എവിടെയാണ് അവസാനിപ്പിച്ചത്? മുൻകടക്കുന്നവർ തന്നെ. എന്താണത്? അതായത് 2 ഖത്തം തീർത്തവർ 1 ഖത്തം തീർത്തവനേക്കാൾ ഓതിയവനേക്കാൾ മുൻപിലാണ്. 2 പ്രാവശ്യം ഓതി തീർത്തവർ, 2 ജുസ് ഓതിയവർ 1 ജുസ് ഓതിയവനേക്കാൾ മുന്നിലാണ്. മുൻകടക്കുന്നവർ തന്നെ. എവിടെ മുൻകടക്ക? സ്വർഗത്തില്. 2000 ചെലവഴിച്ചവൻ 1000 ചെലവഴിച്ചവനേക്കാൾ മുന്നിലാണ് സ്വർഗത്തിൽ കടക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു മത്സരം തന്നെ നടത്തണം നമ്മളെ കാര്യത്തിൽ. എനിക്ക് മുൻകടക്കണം, സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയിൽ എനിക്ക് എത്തിപ്പെടണമെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഒരു ചിന്ത വേണം. അത് ആ നിലക്കുള്ളൊരു താല്പര്യം വേണം. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞു, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടി. ഇബ്രാഹിം നബി സലാം പറഞ്ഞു. ഇബ്രാഹിം നബിയോട് ഞാൻ സലാം പറഞ്ഞു, മടക്കി. ഇബ്രാഹിം നബി എന്നിട്ട് എന്നോട് പറഞ്ഞു, മുഹമ്മദേ അഖ്രി ഉമ്മത്തക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണം. നിന്റെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണം മുഹമ്മദേ. അഖ്ബിർഹും, നീ അവരെ അറിയിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. അന്നൽ ജന്ന ത്വയ്യിബത്തു തുർബ, സ്വർഗം എന്ന് പറയുന്നത് സുഗന്ധപൂരിതമാണ്, ആനന്ദദായകമാണ്, ആസ്വാദ്യകരമാണ്. അവർക്ക് അറിയിച്ചു കൊടുക്കുക. വഅന്ന ഖിറാസഹ, അതിലെ ചെടികള്, അതിലെ കൃഷി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സ്വർഗത്തിലെ ചെടികള്, സ്വർഗത്തിലെ കൃഷി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക എന്ന വിഷയം മനസ്സിലാക്കുമ്പോ എത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഖിറാസഹ, സ്വർഗത്തിലെ ചെടികളാണ് എന്ന് മുഹമ്മദേ നിന്റെ ഉമ്മത്തിന് വിവരം കൊടുക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അറിയാവുന്നതല്ലേ നമുക്ക്? ആരെങ്കിലും ഈ റമദാനിൽ 1 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? 1 പ്രാവശ്യം? പുണ്യമാക്കപ്പെട്ട സമയങ്ങളാണ് കടന്നു വരുന്നത്.
എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദിക്ർ ദുആകൾ അധികരിപ്പിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗനിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന പറയാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് ഈ രൂപത്തിൽ നമ്മുടെ നാവ് ദിക്റുള്ളയാൽ പച്ച പിടിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി എന്ന് പറയുന്നത് അള്ളാന്റെ റസൂൽ പറഞ്ഞത് ആയത്തുൽ ഫി കിതാബില്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിൽ നിന്ന് സലാം വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു എങ്കിൽ അവന് പിന്നെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് അൽ മൗത്ത്, മരണമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മരിക്കേ വേണ്ടൂ, സ്വർഗമാണ്. സമയം കിട്ടാറുണ്ടോ? നമുക്ക് സമയം കണ്ടെത്തിയത് ഓതാറുണ്ടോ നമ്മൾ ആയത്തുൽ കുർസി? പ്രിയപ്പെട്ടവരെ, പ്രാവർത്തികമാക്കുന്നവർ അങ്ങനെ മുന്നോട്ട് പോകണം. എന്നാൽ ശ്രദ്ധ കൊടുക്കാതെ, സമയം കിട്ടാതെ ആ രൂപത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നവരുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂൽ പറയാണ് സ്വർഗത്ത് കടക്കാൻ മരിക്കേ വേണ്ടുന്ന നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക, ശീലമാക്കുക. അതുപോലെ തന്നെ ഞാൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം കേൾപ്പിച്ചു. അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നിർബന്ധ നമസ്കാരങ്ങളോടനുബന്ധിച്ച് തതവ്വുആയി നിലക്ക്, സുന്നത്തായ നിലക്ക് 12 റക്അത്ത് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ വീട് അവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹിൽ ഞാൻ കേട്ടപ്പോൾ പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. നിർവഹിക്കാറുണ്ടോ നമ്മൾ 12 റക്അത്ത്? സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിക്ക് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഈ രൂപത്തിൽ 12 റക്അത്ത് പ്രാവർത്തികമാക്കിയാൽ സ്വർഗത്തിലൊരു വീട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സമയം കണ്ടെത്തണം, നമ്മൾ ശീലമാക്കണം, നമ്മൾ ഒഴിവാക്കരുത്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കാനുണ്ട്, നമുക്ക് നിർവഹിക്കാനുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരെ, 12 റക്അത്ത് റവാത്തിബ്. ഒരാള് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ജമാഅത്തിന് വേണ്ടി വരുന്നു എങ്കിൽ പള്ളിയിൽ കയറിയാൽ തഹയ്യത്ത് നമസ്കരിച്ചാൽ 10 റക്അത്തായി. നമ്മളൊന്ന് കണക്ക് കൂട്ടൂ. റവാത്തിബ് 12ഉം തഹയ്യത്ത് 10 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ 20ആയി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ് കൽപ്പിച്ചില്ലേ, എൻ്റെ ഖലീൽ 3 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. അതിലൊന്ന് 2 റക്അത്ത് ളുഹ നിസ്കരിക്കാനാണ്. ളുഹ എന്ന് പറയുന്നത് 8 റക്അത്ത് വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. 8 റക്അത്ത് വരെ അതിൻ്റെ പുണ്യം പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്, അസ്ഥികളുണ്ട്. ഓരോ അസ്ഥികൾക്കും അതിൻ്റെതായ ഡ്യൂട്ടി നിർവഹിക്കാനുണ്ട്. അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിൻ്റെതായ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയും സ്വതക്ക നിർവഹിക്കണം. നന്ദി കാണിക്കണ്ടേ? തകരാറ് പറ്റിയാൽ അവിടെ നമുക്ക് പ്രശ്നമായി. അവിടെ പിന്നെ ഇളക്കാനും അല്ലെങ്കിൽ വളക്കാനും ഒക്കെ പറ്റാത്ത അവസ്ഥകൾ, അതൊക്കെ അങ്ങനെ അവയുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ കുല്ലു സുലാമ, എല്ലാ സന്ധികൾക്കും സ്വതക്ക നിർവഹിക്കാനുണ്ട്. സഹാബത്ത് ചോദിച്ചു, ആർക്കാ നബിയെ കഴിയുക? ആർക്കാണ് കഴിയുക നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ളുഹയിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക. യുജ്സിഉ ദാലിക, അതിന് പകരം ആവുന്നതാണ്, മതിയാകുന്നതാണ്. ഈ 360 സന്ധ്യകൾക്കുള്ള സ്വതക്കയായി, ധർമ്മമായി മതിയാകുന്നതാണ് ളുഹയിൽ നിന്നുള്ള 2 റക്അത്ത്. ഇന്ന്
അല്ലെങ്കിൽ അത് നിർവഹിക്കാറുണ്ടോ? നമ്മൾ ശീലമാക്കണം. നമ്മൾ ശീലമാക്കണം. ളുഹ 8 റക്അത്താണ് കൂടിയാൽ 8 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 28 റക്അത്തായി. 28 റക്അത്തായി. 28 അല്ല, 22ഉം 8ഉം 30 റക്അത്തായി. 12 റവാത്തിബ്, 10 തഹയ്യത്ത്, 8 ളുഹയും 30ആയി. രാത്രി നമസ്കാരം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. 11 റക്അത്ത് കൂട്ടി വെക്കുകയാണെങ്കിൽ 41 റക്അത്തായി. പുണ്യമാഗ്രഹിക്കുന്ന മനുഷ്യരെ, സ്വർഗമാഗ്രഹിക്കുന്ന മനുഷ്യരെ, മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പ് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. ഒരു നിർബന്ധമല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് വേണമെന്നാണ് ബാങ്കിനും മഗ്രിബ് നമസ്കാരത്തിനിടയിൽ. ഉദ്ദേശിക്കുന്ന നമസ്കരിക്കട്ടെ. ആ നിലക്കുള്ള 2 റക്അത്തുണ്ട്. ചെയ്താൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. അങ്ങനെ സുന്നത്തുകൾ 50 റക്അത്തിൽ 40 റക്അത്തിൽ മീതയായി ഒരു ദിവസം നിർവഹിക്കുകയാണ് എങ്കിൽ സാബിഖൂ ഇലാ മഗ്ഫിറ വ ജന്ന, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാനുള്ളത് ഈ വക കാര്യങ്ങൾ തന്നെയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്നലിൽ ജന്നത്തി ഖുറഫ, സ്വർഗത്തിന് ഉന്നതമായ മണിമാളികകളുണ്ട്. ഉന്നതമായ മണിമാളികയുണ്ട്. യറാ ലാഹിറഹ, അതിൻ്റെ പുറംഭാഗം ഉള്ളിൽ നിന്ന് കാണും, ഉൾഭാഗം പുറത്തു നിന്ന് കാണും. അങ്ങനെയുള്ള ഉന്നതമായ മണിമാളിക. സഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ അത് ആർക്കുള്ളതാണ്? റസൂൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ഒന്ന് പറഞ്ഞത് സംസാരം നന്നാക്കുക, അവർക്കുള്ളതാണ്. സംസാരം നന്നാക്കുക, നാവ് കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് സംസാരിക്കുക. അപ്പോൾ അവൻ്റെ നാവിൽ എന്തില്ല? പരിഹാസം, പരദൂഷണം, കുത്തുവാക്കുകൾ, അങ്ങനെയുള്ള ദുർഗുണങ്ങൾ അടങ്ങിയ സംസാരങ്ങൾ ഉണ്ടാവുകയില്ല. അത്വാബൽ കലാം. രണ്ടാമതായി പറഞ്ഞത് നോമ്പ് പതിവാക്കുക എന്നുള്ളതാണ്, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്, രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഒരു മണിമാളിക അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചു. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണേ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാവർത്തികമാക്കുക, നമ്മൾ ശീലമാക്കുക. നമ്മൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സ്വർഗത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വഹാബത്തിന്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. 8 കവാടത്തിനും ഓരോ പേരുകളുണ്ട്. ബാബു സ്വദഖ, ബാബു സ്വല, ബാബുൽ ജിഹാദ്, ബാബുർ റയ്യാൻ, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. റസൂൽ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരാൾക്കൊരു സംശയം, നബിയെ, ഈ കവാടത്തിലൂടെ ഒക്കെ ആരെങ്കിലും പ്രവേശിക്കുമോ? ഇതിലൂടെ എല്ലാം ആർക്കെങ്കിലും പ്രവേശിക്കാൻ സാധിക്കുമോ? സാധിക്കും, സാധിക്കും. അപ്പോൾ വീണ്ടും സംശയം, നമ്മുടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാകുമോ? ആ കവാടങ്ങളുടെ ഉള്ള മുഴുവൻ പ്രവേശിക്കാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ട് നബിയെ? ചോദിക്കുന്നത് ആരാണെന്നോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. റസൂൽ പറഞ്ഞു, അബൂബക്കറെ, ഞാൻ മനസ്സിലാക്കുകയാണ് താങ്കൾ അക്കൂട്ടത്തിലുണ്ടാകും, താങ്കൾക്ക് സാധിക്കുമെന്ന്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ 8 കവാടത്തിലൂടെയും പ്രവേശിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഉളു എടുക്കുക, അസ്ബിഹു, നിങ്ങൾ പൂർണ്ണമായി, നിങ്ങൾ ശരിയായ നിലക്ക് ഉളുവിനെ പറ്റി, ഉളുവിൻ്റെ പ്രതിഫലം പറയുന്നിടത്തൊക്കെ കാണാം, പൂർണ്ണമായി ചെയ്യുക. അഹ്സിനു ഉളുഅക്കും, നിങ്ങൾ നിങ്ങളുടെ ഉളുവിനെ നന്നായി ചെയ്യുക. അങ്ങനെ പൂർണ്ണമായി ശരിയായ രൂപത്തിൽ ഒരു കാട്ടിക്കൂട്ടലോ ഒരു പിന്നെ എങ്ങനെയെങ്കിലും ഒരു കൊട്ടിപ്പടച്ചിലോ അല്ല, മറിച്ച് കൃത്യമായി വെള്ളമെത്തേണ്ട സ്ഥലത്തൊക്കെ വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ രൂപത്തിൽ ഉളുവെടുത്ത് അവസാനത്തിലുള്ള പ്രാർത്ഥന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ പറയാ ഇല്ലാ ഫുതിഹത് ലഹു അൽഅബ്വാബുൽ ജന്നത്തി സമാനിയ. ഇവന് വേണ്ടി, ഇത് പ്രാർത്ഥിച്ച വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കാതിരിക്കുകയില്ല. അപ്പൊ എല്ലാവർക്കും പ്രവേശിക്കാം. മിൻ അയ്യിഹാ ശാഅ, ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാം. എന്താ പ്രയാസം പ്രിയപ്പെട്ടവരെ? ഒന്ന് നിന്ന് പ്രാർത്ഥിക്കുക, നമുക്ക് സമയമില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ച് അതിന് സമയം കണ്ടെത്തി എനിക്കത് പറയണം, പ്രാർത്ഥിക്കണം, അത് തീരുമാനം എടുക്കുക. ഇനി ഞാനത് ഒഴിവാക്കൂല എന്നുള്ളത്. അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആമിലത്തുൻ നാസിബ, ചെയ്തു എന്നൊക്കെ ഇങ്ങനെ തോന്നും, ക്ഷീണിച്ച അവസരമായിട്ടുണ്ട്. പക്ഷേ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല എന്നൊക്കെ പറഞ്ഞില്ലേ, അമലുകളൊന്നും കാണാനില്ല. എന്താച്ചാല് പരലോകത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ വിചാരണ കഴിഞ്ഞ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ചില ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ മറ്റു ചില ആളുകൾ നീറ്റിക്കും. പടച്ചോനെ, അവനെ വിടല്ലേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട്, അവൻ എൻ്റെ ധനം അപഹരിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അവൻ ദുനിയാവെന്ന്, എൻ്റെ ശരീരത്തിന് അവൻ പോറലേൽപ്പിച്ചിട്ടുണ്ട്, എന്നെ കുത്തുവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അവൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അവൻ. അതുകൊണ്ട് അവനെ വിടല്ല റബ്ബേ. അള്ളാഹ് അവിടെ നിൽക്കാൻ വേണ്ടി പറയും. എന്നിട്ടോ നമ്മൾ കേട്ടതല്ലേ, ഈ വ്യക്തി സ്വർഗത്ത് പ്രവേശിക്കാൻ പോകുന്ന വ്യക്തിയുടെ നന്മകൾ, സൽക്കർമ്മങ്ങൾ ഈ മനുഷ്യന് എടുത്തു കൊടുക്കുകയാണ്. ഇവൻ ചെയ്ത ഈ തെറ്റുകൾക്ക് പകരം കൊടുക്കുകയാണ്. തീരുന്നില്ല, പകരം കൊടുക്കാൻ ഇല്ല. അവസാനം എന്ത് ചെയ്യാണ്? ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തി നരകത്തിലാണ് പ്രവേശിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഒരുപാട് ചെയ്ത് നമ്മളറിയാതെ നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ കൽബും തെറ്റുകുറ്റങ്ങൾ അറിയാതെ സംഭവിച്ച് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ഫലം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏറെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ നാവിനെ. റസൂൽ പറഞ്ഞില്ലേ, നീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഖൈറ, നല്ലത് പറഞ്ഞാലും മിണ്ടാതിരുന്നോ. ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായ, ലളിതമായി, ഒരു പ്രയാസവുമില്ലാത്ത ഈ നിലക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഖുതുബകളിലൂടെ, ഈ നിലക്കുള്ള ഉത്ബോധനങ്ങളിലൂടെ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ് നമ്മളത് ശീലമാക്കുക, നമ്മളത് പ്രാവർത്തികമാക്കുക. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെങ്ങാനും പ്രവേശിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ നരകമാണ്. എന്താണ് നരകത്തിൻ്റെ സ്ഥിതി? താങ്ങാൻ കഴിയുമോ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? നാറൻ തലല്ലാഹ്, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് നരകം. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊരികളാണ് അത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജ്വാലക്കൊരിക്കലും അടക്കമില്ല, ശമനമില്ല. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, അതിൻ്റെ ജ്വാല ഒന്നടങ്ങുമ്പോഴേക്ക് അല്ലാഹ് പറയാണ് സിദ്നാഹും സഈറാ, അതിൻ്റെ ജ്വാല പിന്നെ നമ്മൾ വർദ്ധിപ്പിക്കും. അതാണ് നരകം. അതിലെങ്ങാനും പ്രവേശിച്ചു കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, നമ്മുടെ തൊലിക്ക് ഇങ്ങനെ വെന്തുരുകുമ്പോ പകരം തൊലി തന്ന് ഫദൂഖു, ആസ്വദിക്ക്, നീ അനുഭവിക്ക്. ഇല്ലാ അദാബാ ഫലൻ നസീദകും ഇല്ലാ അദാബാ, ശിക്ഷയല്ലാതെ ഒന്നും നിനക്ക് വർദ്ധിപ്പിക്കാനില്ല, ആസ്വദിക്ക്, അനുഭവിക്കുക എന്ന് അല്ലാഹു തആല പറയുമെന്നാണ്. അതുകൊണ്ട്
ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വചനമുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീമി. പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം നോക്കിക്കൊണ്ടാണ്. പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് അതിൻ്റെ അവസാനം നോക്കിക്കൊണ്ടാണ്. ഒരു പണിക്കാരനെ വിളിച്ചു, എപ്പോഴാണ് കൂലി കൊടുക്കൽ? രാവിലെ തന്നെ കൂലി കൊടുത്തു പോകുമോ? ഇല്ലല്ലോ. അവസാന മണിക്കൂറിലെ അവസാന സമയത്താണ് കൂലി കൊടുക്കാറുള്ളത്. ഇതുവരെയൊക്കെ ഉഷാറായി, ഇതുവരെയൊക്കെ സജീവമായി. അവസാന സമയത്ത് 25, 27 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നുള്ള മട്ടാണ് റമളാൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീമി. പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കണക്കാക്കുന്നത് അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അന്ത്യം നന്നാക്കി തരണേ അല്ലാഹ്, അവസാനം നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അവസാന ദിവസങ്ങൾ കൂടുതൽ നമ്മൾ സജീവമാക്കണം, നമ്മൾ ഉത്സാഹം കാണിക്കണം സൽക്കർമ്മങ്ങളിൽ. ഇഅ്തികാഫ് റസൂലുള്ള പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. റസൂലുള്ള 21 രാവിലെ പള്ളിയിൽ കയറിയാൽ ഷവ്വാലിന്റെ ഹിലാൽ കണ്ടിട്ടേ പ്രവാചകൻ പുറത്തിറങ്ങിയിരുന്നുള്ളൂ, ലൈലത്തുൽ ഖദ്റിനെ വരുതിയിലാക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല എങ്കിൽ രാത്രിയിലെങ്കിലും നമ്മളൊന്ന് ഒരുങ്ങുക. അഹ്യാ ലൈല, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു പ്രവാചകൻ. രാത്രിയിലെങ്കിലും പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം, 1 മണിക്കൂറാണോ പള്ളിയിൽ വന്നിരിക്കാൻ കഴിയുക? ഞാൻ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിരിക്കുകയാണ് എന്ന നീയത്തോടെ വന്നിരിക്കുക. എത്ര മണിക്കൂറുകളാണ് കിട്ടുന്നത് എങ്കിൽ അത്ര മണിക്കൂർ. അതുപോലെ തന്നെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തെയും ഐഖലാഹില, മകനെ വിളിച്ചുണർത്തി, ഭാര്യയെ പ്രോത്സാഹിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യത്തിൽ പങ്കാളിയാകാൻ 83 വർഷം ചെയ്യുന്നതാണ് ഒരു രാത്രി കൊണ്ട് കിട്ടുന്നത്. ഖൈറും മിൻ അൽഫി ശഹ്ർ എന്നല്ലേ പറഞ്ഞത്? 83 വർഷം നമുക്ക് അല്ലാഹു തആല ആയുസ് തന്നാൽ തന്നെ അത്ര കാലം നമ്മൾ ജീവിക്കും. അത്ര കാലം ജീവിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയോ? 83 വർഷം ചെയ്തത് ഒരു രാത്രി കൊണ്ട് കിട്ടുകയാണ്. അത് നഷ്ടപ്പെട്ടവനാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിന് ഇത്രയും ശ്രേഷ്ഠത കിട്ടാൻ കാരണം എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നമ്മൾ ഖുർആൻ ഇറക്കിയത് ആ ഖദ്റിന്റെ രാത്രിയിലാണ്. ഖദ്റിന്റെ രാത്രിക്ക്, ലൈലത്തുൽ ഖദ്റിന് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത കിട്ടാൻ കാരണം ആ രാത്രിയിൽ ഖുർആൻ അവതരിച്ചു എന്നതാണ്. ഖുർആൻ അവതരിച്ച സമയത്തിന് 1000 മാസത്തേക്കാൾ പുണ്യം അല്ലാഹ് നൽകിയെങ്കിൽ ആ ഖുർആനിന്റെ മഹത്വം എത്രയാണ്? ഖുർആൻ ഇറങ്ങിയ ആ സമയത്തിന് ഇത്ര പുണ്യം നൽകിയെങ്കിൽ, നിശ്ചയിച്ചു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ മഹത്വം എന്താണ്? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മൾ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ സജീവമായി അത് ഇസ്തിമാ, കേൾക്കുക, ഖിറാഅ, പാരായണം ചെയ്യുക, തദബ്ബുർ, അതിനെപ്പറ്റി ആലോചിക്കുക, അത് തഅലീം, പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അതിനോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കണം. അത്തരം ആളുകളാണ് അഹ്ലുൽ ഖുർആൻ, അള്ളാഹിൻ്റെ ആളുകൾ എന്ന് റസൂൽ വിശേഷിപ്പിച്ചത്. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പുണ്യമാസത്തിൽ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ് സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ രാത്രി നമസ്കാരം, ദാനധർമ്മങ്ങൾ, അതുപോലെയുള്ള സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമേ നാഥ. തക്കതായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ നാഥ. പടച്ചവനെ, ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്,
പകർച്ചവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാക്കണമേ നാഥ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ എല്ലാം നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. അല്ലാഹുവേ, സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇഹലോകത്തും നാളെ പരലോകത്തും ജീവിക്കാൻ അങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കൊരു വിഭാഗത്തെ, നരകത്തിലേക്കൊരു വിഭാഗത്തെ വേർതിരിച്ച് നിർത്തപ്പെടുന്ന സമയത്ത് സ്വർഗത്തിലേക്കുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله